ഇപ്പോൾ നമ്മൾ ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും അതിന് മിക്കവാറും എല്ലാ കറികളും പലതരത്തിൽ, അതായത് ചട്ടിണി, അതൊക്കെ നമുക്ക് അതിന് ചേർച്ചയുള്ളത് തന്നെയാണ്. അതിൽ തന്നെ നമുക്ക് കൂടുതൽ ദോശയ്ക്കും അതുപോലെ ഇഡ്ഡലിക്കും ഇഷ്ടം എന്തായാലും ചട്നി തന്നെ ആയിരിക്കും. ചട്നി, പിന്നെ ചമ്മന്തി ഉണ്ട്, സാമ്പാർ, എല്ലാം പറ്റും. പക്ഷെ എന്നാലും ചട്നി, ദോശ ചട്നി അല്ലെങ്കിൽ ഇഡ്ഡലി ചട്നി, അതാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ പറയുക പെട്ടെന്ന്. അപ്പോൾ ചട്നി എങ്ങനെ ചിലപ്പോൾ നമ്മൾ ചട്നി അങ്ങനെ തന്നെയാണ്, പച്ചമുളകും അതുപോലെ ചുവന്ന മുളക് അരച്ചിട്ട് അങ്ങനെയൊക്കെ വെക്കുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ ചട്നി ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു രീതിയിലാണ്. അതായത് നമ്മൾ മോരൊഴിച്ച് ചട്നി, മോരും കൂടി ചേർത്തിട്ടാണ് അരയ്ക്കുക. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ നമ്മളെ ചായ പലഹാര വിശേഷം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇപ്പോൾ ഏതായാലും രാവിലെ രാമായണ വായനയിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ അടുക്കളയ്ക്കൊക്കെ വരുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് രാമായണ വായന കേൾക്കാം. വാനരാസേനയും കണ്ടകമേ ബഹു മാനവും കൈക്കൊണ്ടിരിക്കും ശാന്തരെ, യുദ്ധത്തിനായി രജനീതര വീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധോ. രാവണനെ കണ്ടു കോപിച്ചു രാഘവ, ദേവനും സൗമിത്രിയോട് വിൽവാങ്ങിനാൻ. വൃത്തനോടൊത്ത ശരീരവും ശൗര്യവും കത്തു കിരീടങ്ങളും കുടയും നിമിഷാത്തേന കണ്ണിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി നോക്കി ചിരിച്ചിരിനാൻ. മുഖ്യപ്രഹത്ത പ്രമുഖ പ്രവരന്മാരൊക്കവേ വന്നു തൊഴുതോരനന്തരം, യുദ്ധമേറ്റിയിടുവിൻ കോട്ടയിൽ പൊക്കുടൻ അത്തന്ത ഭീത്യാവസിക്കയില്ല സണ. വേദി മൃതങ്ങടക്ക പണവാനക ദാരുണ ഗോമുഖ മുഖ്യവാദ്യങ്ങളും വാരണാശേഷ ഗരഹരി ശാർദൂല ഭൈരവി സന്ദന മുഖ്യയാനങ്ങളും ഗർഗശൂലേഷു ചാപപ്രാസതോമര മുൾഗര ഷട്ടീശ്വരിജാതികൾ അത്തേ ധരിച്ചു കൊണ്ടത്ത ഭീത്യാജവം യുദ്ധസന്നദ്ധരായ യുദ്ധപൂതിയോ ശക്തികളുർവിയും തൽക്ഷണേ യുദ്ധമായിതു സത്യലോകത്തോളം. ഭദ്രഹസ്താശയിൽ പൂക്കാൻ പ്രവർത്തനും ഭദ്രരക്ഷന്തത ദക്ഷിണദിക്കിലും ദൃഷ്ടവാനാരിയ മേഘനാഥൻ തഥാ പശ്ചിമ ഗോപുരദ്വാരിപുക്കീടിനാൻ. മിത്രവർഗമാത്യ മൃത്യാജനത്തോടു മുത്തര ദ്വാരിപുക്കാന്തശവക്രനും നീലനും സേനയും പൂർവദിക്കോപുരെ ബാലീതനയനും ദക്ഷിണാഗോപുരെ വായുതനയനും പശ്ചിമഗോപുരെ മായാ മനുഷ്യനാമാതിനാരായണൻ മിത്ര തനയ സൗമിത്രി വിഭീഷണ മിത്രസപ്തനായുത്തരദിക്കിലും. ചട്നിക്ക് വേണ്ട തേങ്ങയൊക്കെ ഇവിടെ നമ്മൾ ചിരകി വെച്ചു. ഇതാ പച്ചമുളക്, പിന്നെ ഇഞ്ചി ഒരു കഷ്ണം, അതൊക്കെ ഒന്ന് തോലൊക്കെ ഒന്ന് കളഞ്ഞു വെക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇതാ ആദ്യം നമുക്ക് ചട്നി ഉണ്ടാക്കി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഡ്ഡലിൻ്റെ കാര്യം നോക്കാം. ഇനിയിപ്പോൾ ഇത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം നേരം നമുക്ക് ഇഡ്ഡലി ചട്നിയാണ് നമ്മളെ ചായ പലഹാരം. ഇഞ്ചിയും പച്ചമുളകും തേങ്ങ, പിന്നെ നമുക്ക് ആണ് നമ്മളെ സ്പെഷ്യൽ മോര്. അതിലും മോര് എടുക്കട്ടെ. അത്യാവശ്യം നല്ല പുളിയുള്ള മോര് തന്നെയാണ്. അത് കുറച്ച് ഒഴിക്കുള്ളൂ, ഒരുപാടൊന്നും ഒഴിക്കില്ല, കുറച്ച്. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കും. ഇതാ ഉപ്പ് ചേർക്കാം. കുറച്ച് വെള്ളത്തിലാണ് ഇത് അരച്ചെടുക്കാം, നമ്മൾ സാധാരണ ചട്നി അരയ്ക്കുന്ന പോലെ തന്നെ. കുറച്ച് മോര് മതി. ഇതാ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തു. ഇനിയിപ്പോൾ ചട്നിയിൽ വറുത്തിടാണ് വേണ്ടത്. നമുക്കിതാ വറ്റൽമുളക്, കറിവേപ്പില, കടുക് എല്ലാം ഉണ്ട്. വെളിച്ചെണ്ണ ചൂടായതാണ് പാത്രത്തിൽ. അരച്ചതും ചേർത്ത് ഇളക്കി എടുക്കാം. ചട്നി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് തലേ ദിവസം അരച്ച് വെച്ച മാവുണ്ട്. ഇതാ ഇഡ്ഡലി മാവ്.
ഇനിയിപ്പോൾ ഇതാ നമ്മൾ കുറച്ച് എണ്ണ പുരട്ടിയിട്ടുണ്ട് ഇഡ്ഡലി തട്ടിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു ട്രിപ്പ് 4 എട്ടെണ്ണം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ട്രിപ്പ് കൂടി വയ്ക്കും. അങ്ങനെ 16 എണ്ണം ഉണ്ടാക്കും ഞങ്ങൾ. ചെറിയ ഇഡ്ഡലിയാണ്, അപ്പോൾ അതുകൊണ്ട് 16 എണ്ണം വേണം, എന്നാലേ ഉണ്ടാവുള്ളൂ. മാവ് ബാക്കിയുള്ളത് പിന്നെ അവിടെ വയ്ക്കും. ചില ദിവസം പിന്നെ വൈകിട്ട് ചിലപ്പോൾ ദോശയൊക്കെ ആക്കലുണ്ട്, അപ്പം അതിനും കൂടി കൂടിയിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് ഇതാ പാത്രത്തിൽ വെള്ളം വെച്ച് ഇനി വേവിച്ചെടുക്കേ വേണ്ടൂ. അത് വേവട്ടെ. അപ്പോൾ ആവി വന്നു. ഇനിയിപ്പോൾ ഇതാ നല്ലപോലെ തണുത്ത ശേഷം, ചൂടാറിയ ശേഷം നമുക്കിട്ട് അടർത്തിയെടുക്കാം. അപ്പോൾ ഇഡ്ഡലി ചട്നി ഇവിടെ ആയി, ചായ ഒക്കെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ഏതായാലും ചായ കഴിക്കാം. ഏതായാലും ചായ കഴിക്കായി. അമ്മയ്ക്ക് ഇഡ്ഡലിയൊക്കെ ഒന്ന് കൊടുക്കാം. അങ്ങനെ 5-6 ഇഡ്ഡലിയൊക്കെ കഴിക്കാം, അങ്ങനെ ചെറിയതായതുകൊണ്ടേ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇന്ന് നമ്മൾ ഇഡ്ഡലി ചട്നി. ഈ ചട്നി എന്ന് വെച്ചാൽ നമ്മൾ മോരൊഴിച്ചത്, മോരൊഴിക്കുന്നതോടുകൂടി അതിൻ്റെ ആ രുചി തന്നെയാണ് മാറി. നല്ലൊരു ആ മോരിൻ്റെ ഒരു പുളിയും കൂടി ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ചട്നി കൂടുതലിഷ്ടം. ഇന്നത്തെ ചട്നിയാണ് നമ്മളെ സ്പെഷ്യൽ. നല്ല ഉഗ്രം ചട്നി അത് ഇങ്ങനെ വെച്ചാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.